വന്നിരിക്കുന്നത് എൻ്റെ ചേട്ടൻ എനിക്കിത് വിവോ V50 മേടിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു 1 മന്ത് ആയി ഇത് മേടിച്ചിട്ട്. ഫോൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു റിവ്യൂ പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഫോൺ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 6000 mAh ബാറ്ററിയുടെ ഫോണാണ്. ഇത് സ്ലിമ്മസ്റ്റ് ഫോണാണ്. കണ്ടോ, ഇത് സ്ലിമ്മസ്റ്റ് ഫോണാണ്. അതുപോലെ തന്നെ 2 ദിവസത്തോളം ബാറ്ററി ബാക്കപ്പും തരുന്നുണ്ട്. പിന്നെ IP6869 സർട്ടിഫൈഡ് ആണ്. ഇത് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. നമുക്ക് മഴയത്ത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വെള്ളത്തിൽ വീണാലും വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിന് നമുക്ക് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ചെയ്യാൻ പറ്റും. ഇനി ഡിസ്പ്ലേനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നും പറയാനില്ല. നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ്. ഇതിന്റെ 4 സൈഡും കർവ്ഡ് ആണ്. AMOLED ഡിസ്പ്ലേ ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ സൺലൈറ്റിലൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് ക്ലാരിറ്റിയോട് കൂടി എല്ലാം കാണാൻ പറ്റും. 120 ഹെർട്സിൽ റിഫ്രഷ് റേറ്റും ആണ് തന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ ക്യാമറ വന്നിട്ട് ഇത് C സർട്ടിഫൈഡ് ക്യാമറയാണ്. 3 ക്യാമറ ഉണ്ട്. 2 ബാക്കിലും 1 ഫ്രണ്ടിലുമാണ്. ഇതാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെയാണ് 3 ക്യാമറയും വന്നിരിക്കുന്നത്. നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ ഇമേജസ് എടുക്കാൻ പറ്റും. ഇതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഫ്ലാഷ് ലൈറ്റിന്റെ ഒപ്പം ഓറ ലൈറ്റ് അവൈലബിൾ ആണ്. ഇതിനാണെങ്കിൽ നമുക്ക് കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വാം ആൻഡ് കൂളിൽ നമ്മൾ ടെമ്പറേച്ചർ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ഫീച്ചറാണ് AI ഫീച്ചർ. ഇപ്പൊ ഇറങ്ങുന്ന ഒട്ടുമിക്ക ഫോണിലും AI ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ ഇതിൽ AI ഫീച്ചർ എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പൊ ഇതെല്ലാമാണ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫോണിന്റെ പെർഫോമൻസ് നോക്കാം. ഈ ഫോൺ തരുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ്. ആൻഡ്രോയിഡ് 15 ആണ്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 പ്രോസസർ ആണ്. ഇത് 8GB 256 മോഡലാണ്. ഈ ഒരു ഫോണിന്റെ റാം നമുക്ക് 16GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. എനിക്ക് വേറെ ലാഗോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ഗെയിം കളിക്കുമ്പോഴാണെങ്കിലും മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോഴാണെങ്കിലും വേറെ ഒരു പ്രശ്നങ്ങളും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നല്ല സ്മൂത്ത് പെർഫോമൻസ് തന്നെയാണ് ഫോൺ തരുന്നത്. 3 മേജർ ആൻഡ്രോയിഡ് അപ്ഗ്രേഡ്സും അതുപോലെ തന്നെ 4 മേജർ സെക്യൂരിറ്റി അപ്ഗ്രേഡ്സും ആണ് വിവോ തരുന്നത്. ഇനി അടുത്തത് നമുക്ക് ഡിസ്പ്ലേനെ കുറിച്ച് നോക്കാം. മുന്നേ പറഞ്ഞ പോലെ തന്നെ സ്ലിം കർവ്ഡ് ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ ആണ്. 4500 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് തരുന്ന 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ്. ഇതിൽ 1.07 ബില്യൺ കളേഴ്സ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ P3 സിനിമ ഗ്രേഡ് കളർ ഗാമൂട്ടും HDR10+ഉം സപ്പോർട്ടഡ് ആണ്. കൂടാതെ SGS ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷനും ഉണ്ട്. ഇതെല്ലാമാണ് എനിക്ക് ഡിസ്പ്ലേനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തത് എനിക്ക് പറയാനുള്ളത് ക്യാമറയെ കുറിച്ചാണ്. ക്യാമറയിൽ ഒരുപാട് അപ്ഗ്രേഡ്സ് വിവോ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് വിവോ ക്യാമറയിൽ അപ്ഡേറ്റ്സ് നടത്തിയിരിക്കുന്നത്. വേൾഡിൽ തന്നെ മുൻപിൽ നിൽക്കുന്ന ലെൻസ് ബ്രാൻഡുകളിൽ ഒന്നാണ് സീസ്. ഇൻ ഡെപ്ത് ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ പോർട്രേറ്റ് മോഡിൽ 23mm, 35mm, 50mm എന്നീ 3 ഫോക്കൽ ലെങ്ത്തിൽ ഫോട്ടോസ് എടുക്കാം. അതിൽ സീസിന്റെ തന്നെ വിവിധ തരം ബൊക്കെ എഫക്റ്റുകൾ ഉണ്ട്. പിന്നെ ഒരുപാട് ഫിൽറ്റേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. വെഡിങ് പോർട്രേറ്റ് സ്റ്റുഡിയോ, ഫിലിം ക്യാമറ മോഡ്, വെഡിങ് ഫ്രെയിം, അങ്ങനെ ഈ ഫോണിൽ ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെല്ലാമാണ് ഞാൻ ഈ ഫോണിൽ എടുത്ത ഫോട്ടോസും വീഡിയോസും. വളരെ നല്ല ക്വാളിറ്റി ഉള്ള പിക്ചേഴ്സ് തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു ഫോണിൽ ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും ബാക്ക് ക്യാമറയിലാണെങ്കിലും നല്ല ക്വാളിറ്റിയിലുള്ള ഫോട്ടോസും വീഡിയോസും ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഇതിനകത്ത് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി എടുത്ത ഫൂട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും ഫോണിന് ഉണ്ടായിട്ടില്ല അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി എടുത്തപ്പോഴാണെങ്കിലും. പിന്നെ ഇതിനകത്ത് നമുക്ക് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി എടുത്ത് കഴിഞ്ഞതിന് ശേഷം വാട്ടർ ഇജക്ട് ചെയ്ത് കളയാനുള്ള ഒരു സെറ്റിംഗും കൂടി ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് AI ഫീച്ചേഴ്സ് നോക്കാം. AI ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇമേജ് സബ്ജക്റ്റ് കട്ടൗട്ട് ചെയ്തെടുക്കാം. AI ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇമേജ് സബ്ജക്റ്റ് കട്ടൗട്ട് ചെയ്തെടുക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ടിൽ വേണ്ടാത്ത സബ്ജക്റ്റിനെ ഇറേസ് ചെയ്യാം. അതുപോലെ തന്നെ ലൈവ് കോൾ ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റും. വോയിസ് റെക്കോർഡ് ചെയ്ത് അത് ടെക്സ്റ്റ് ആക്കാൻ പറ്റും. ട്രാൻസ്ലേറ്റ് ചെയ്യാം. സ്ക്രീൻ ട്രാൻസ്ലേഷൻ, സർക്കിൾ ടു സെർച്ച്, ഇങ്ങനെയുള്ള ഒട്ടനവധി AI ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഗൂഗിൾ ജെമിനി ഒരുപാട് യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെയാണ് മേജർ AI ഫീച്ചേഴ്സ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് ഡ്യൂറബിലിറ്റി നോക്കാം. IP68 and 69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. ഡിസ്പ്ലേക്ക് ഫ്രണ്ടിൽ ഒരു ഡയമണ്ട് ഷീൽഡ് ഗ്ലാസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉന്നത ജനറേഷനേക്കാളും 50% കൂടുതൽ ഡ്രോപ്പ് റെസിസ്റ്റന്റ് ആണ്. മൊബൈൽ ഹീറ്റ് ആയാൽ ഒരു നല്ല അൾട്രാ ലാർജ് VC കൂളിംഗ് സിസ്റ്റം മൊബൈലിൽ തന്നെയുണ്ട്. പിന്നെ നെറ്റ്വർക്ക് കുറവുള്ളപ്പോൾ സാധാരണ ഫോണിനെ അപേക്ഷിച്ച് 30% സിഗ്നൽ കവറേജും 45% സിഗ്നൽ സ്ട്രെങ്ത്തും ഇതിന് ലഭിക്കും. അതിനുള്ള ടെക്നോളജി വിവോ ഇതിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇനി അടുത്തത് ബാറ്ററി പെർഫോമൻസ് നോക്കാം.
നല്ലൊരു ബാറ്ററി പെർഫോമൻസ് തന്നെയാണ് 1 മന്ത് ആയിട്ട് എനിക്ക് യൂസ് ചെയ്തപ്പോൾ കിട്ടിയത്. 6000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. 21 hours യൂട്യൂബ് പ്ലേബാക്ക് കമ്പനി പറയുന്നുണ്ട്. 90 വാട്ട്സ് ഫ്ലാഷ് ചാർജ് സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ ഏകദേശം 30 മിനിറ്റും കൊണ്ട് ബാറ്ററി ഫുൾ ചാർജ് ആകും. 4 years ബാറ്ററി ഹെൽത്ത് കമ്പനി പറയുന്നുണ്ട്. കളർ വേരിയന്റ് വരുന്നത് 3 ടൈപ്പ് ആണ്. റോസ് റെഡ്, സ്റ്റാറി നൈറ്റ്, ടൈറ്റാനിയം ഗ്രേ എന്നീ 3 കളേഴ്സ് ആണ് വരുന്നത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്റ്റാറി നൈറ്റ് ആണ്. 37,000 രൂപ കൊടുത്ത് ഈ ഫോൺ മേടിച്ചതിൽ എനിക്ക് ഇതുവരെ നിരാശയൊന്നും തോന്നിയിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ.